ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്. അപ്പൊ അങ്ങനെ പുതിയൊരു ദിവസം, പുതിയൊരു തുടക്കം, പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് എന്താണ് ഇന്നത്തെ പരിപാടി? പറഞ്ഞോളൂ. ഇന്ന് നമ്മൾ വീണ്ടും ചലഞ്ച് വീഡിയോയുമായിട്ടാണ് ഗയ്സ് വന്നിരിക്കുന്നത്. യെസ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ടിഞ്ചനും എനിക്കത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ആവശ്യപ്രകാരം നമ്മൾ ഓരോ ചലഞ്ച് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗയ്സ്. യെസ്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊത്തിയിട്ടാണ് ചലഞ്ച് ചെയ്യുന്നത്. സോ നിനക്കിത് പറ്റുമോ? കാരണം എനിക്കൊരു പേടിയുണ്ട്. കാരണം ഇവൾക്ക് ഇത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ഇവളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവൾക്ക് ഇങ്ങനെ വരുമ്പോഴത്തേന് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു തുണി ഇങ്ങനെ മൂക്കിൽ വീണിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റ് ആവുന്നതാമോ. അപ്പൊ അതുകൊണ്ട് ഇവൾക്ക് ഈ ഒരു ടാസ്ക് കൊടുക്കുന്നത് കുറച്ച് എനിക്ക് ഡിഫിക്കൽട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് ശ്വാസം പിടിച്ച് നിൽക്കാനുള്ള കഴിവില്ല. കാരണം ഞാൻ ഇപ്പം പുതയ്ക്കുമ്പോ തന്നെയാണെങ്കിലും മൊത്തം കവർ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. ഇത്ര ഭാഗം മാത്രമേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ശ്വാസം മുട്ടും. ഒരു സെക്കൻഡ് പോലും എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. പക്ഷെ ആ ഒരു സമയത്ത് ഇവള് എനിക്ക് ടാസ്ക് തരും. ഈ ഒരു ചലഞ്ച് ഞങ്ങൾ തമ്മിലാണെങ്കിലും ബട്ട് ഇവളാണ് എനിക്ക് ചലഞ്ച് തരാൻ വേണ്ടി പോകുന്നത്. നീ അതെങ്ങനെയാ മുട്ടി എനിക്ക് ചലഞ്ച് തരാൻ വേണ്ടി പോകുന്നത്? ടിഞ്ചന് ഞാൻ 1 മിനിറ്റ് സമയം തരും. ആ സമയം കൊണ്ട് ടിഞ്ചന് എത്രത്തോളം ബ്രീത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ അതാണ് ഇന്നത്തെ ടാസ്ക്. ഞാൻ പിന്നെ പഴയ ജിംനാസ്റ്റിക്സ് ആയതുകൊണ്ട് എനിക്കത് പറ്റും എന്നെനിക്ക് ഒരു ഉറപ്പുമില്ല. ബട്ട് ഇവൾക്ക് അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഞാൻ അങ്ങ് ഏറ്റെടുക്കുന്നു. എന്നാലും ഞാൻ ചെയ്യും ഗയ്സ്. എനിവേ നമ്മളെ ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി വന്ന എല്ലാവരും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്താൽ. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി വന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ തുടങ്ങാൻ വേണ്ടി പോവാണേ. അപ്പൊ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മു ടൈം വെക്കുന്നുണ്ട് എന്നെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിട്ട്. എത്ര നേരം അമ്മൂട്ട് വെക്കുന്നത്? എത്ര നേരം പിടിക്കും? മേ ബി എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 45-46 ഇതാണ് ലാസ്റ്റ് ഞാനിങ്ങനെ ചെക്ക് ചെയ്തപ്പോഴത്തേന്. അത് ഏകദേശം ഒരു 3 വർഷം മുന്നേ എങ്ങനെയാണ്ട് ഈ ഒരു ചലഞ്ച് ഇതുപോലെ കൂട്ടുകാരുടെ ഇടയിൽ വീഡിയോ ഒന്നും എടുക്കാതെ ചെയ്തു നോക്കിയത്. 3 വർഷമൊക്കെ ആയെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല, കറക്റ്റ് അറിയത്തില്ല. അപ്പം ഒരു 45 എനിക്ക് പിടിക്കാൻ പറ്റും. നീ എത്ര മിനിറ്റ് എനിക്ക് തരും? ഞാൻ 5 മിനിറ്റ് തരാം. 5 മിനിറ്റോ? ഞാൻ ചാവാനോ? 5 മിനിറ്റ് തീർന്നു കഴിഞ്ഞാൽ ഞാൻ വലിയ ടാസ്ക് ആണ്. അതൊരു വല്ലാത്ത ടാസ്കാണ്. ഞാൻ വല്ല ഗിന്നസിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി കഷ്ടപ്പെടേണ്ടി വരും. അല്ലെങ്കിൽ ഗിന്നസിന് വേണ്ടിയിട്ട് ഞാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. 5 മിനിറ്റ് ഒക്കെ, മേ ബി 1 മിനിറ്റ് ഒക്കെ ഓക്കെ. അതൊക്കെ 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ സമയം. 2 മിനിറ്റ് ഒന്നും പറ്റൂല. 2 മിനിറ്റ് ഒന്നും പറ്റൂല. 1 മിനിറ്റ് ഓക്കെ. നിന്റെ ഇഷ്ടം. എത്ര നേരം പിടിച്ചിരിക്കണം നമുക്ക് നോക്കാം ആരാ വിജയിക്കുന്നതെന്ന്. ഓക്കെ. എത്ര മിനിറ്റ് തരും? 2 മിനിറ്റാ? എത്ര മിനിറ്റ് വേണം കൺഫേം ആക്കിയിട്ട് പറ. എത്ര മിനിറ്റ് അമ്മൂട്ടി? പറഞ്ഞു. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 1 മിനിറ്റ് കഴിയണം. 1 മിനിറ്റ് കഴിയണം. യെസ്. ഓ ശരി. അപ്പം ഇവള് നമുക്ക് തന്നിട്ടുള്ള ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റ് കഴിയണം. ഓക്കെ റെഡി. ഞാൻ ടൈമർ വെച്ച് കൊടുക്കാം കേട്ടോ. ടൈമർ വെച്ചതിന് ശേഷം ഇവള് ഹോൾഡ് ചെയ്യും. നിനക്ക് കണ്ടുപിടിക്കാം കേട്ടോ, ശ്വാസം വിടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിനക്ക് കണ്ടുപിടിക്കാം. ഞാൻ പിന്നെ ഭയങ്കര സത്യസന്ധനൊക്കെ ആയതുകൊണ്ടും എനിക്ക് വിജയിക്കാൻ താല്പര്യമില്ല, എനിക്ക് വിജയിക്കാനുള്ള ഒരു മനസ്സുള്ളത് കൊണ്ടും ഞാൻ ശ്വാസം വിടില്ല കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ടൈമർ വെച്ചാലോ? തുടങ്ങാം അമ്മൂട്ടി. ടൈമർ റെഡിയാണ്. അപ്പൊ 1 മിനിറ്റ് കഴിയണം എന്നാണ് അമ്മൂട്ടി പറഞ്ഞേക്കുന്നത്. സ്റ്റാർട്ട് ആക്കാൻ വേണ്ടി പോകണം. ഇല്ല എനിക്ക് ആദ്യമേ ഞാൻ അതിനുവേണ്ടി ഒന്ന് പ്രിപ്പയർ ആവണ്ടേ? അങ്ങനെയൊന്നുമില്ല. അല്ല, നമ്മള് മാനസികമായും നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ആവണം. ഓക്കെ. അത് ഡീപ് ബ്രീത്ത് എടുത്ത് വിടണല്ലോ. അവസാനം ബ്രീത്ത് ആണോ? ഓക്കെ റെഡി. സ്റ്റാർട്ട്. ഞാൻ വെക്കുവാണേ. എത്ര നേരം പോകുന്നറിയില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. ശ്വാസം പോകുന്നില്ലല്ലോ. അപ്പൊ വർത്താനം പറയാൻ പറ്റുമോ? ഇപ്പൊ ശ്വാസം വിടുന്നുണ്ടോന്ന്? അന്ന് ശ്വാസം ഒട്ടും പോകുന്നില്ലല്ലോ. സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ 35 മിനിറ്റായി.
അയ്യോ 41 സെക്കൻഡ്. ഓ മൈ ഗോഡ്, 41 സെക്കൻഡ് കേട്ടോ. അമ്മുക്കുട്ടിക്ക് ഇത്ര പറ്റുമോ? എനിക്ക് അതിൽ കൂടുതൽ പറ്റും. തള്ളി മറിക്കല്ലേ. 41 അത്രയൊന്നും പോവില്ല കേട്ടോ. ഏകദേശം നമുക്ക് നോക്കാം. റെഡി? 1 മിനിറ്റ് കഴിയണം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഒരു ചാൻസ് കൂടി എടുത്തു കഴിഞ്ഞാൽ ഇവള് പറഞ്ഞ അത് ടാസ്ക് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം ജസ്റ്റ് അമ്മുവിനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോണേ. ഓക്കെ, പിടിച്ചോ. അല്ല, ഞാൻ മത്സരിക്കാൻ തന്നെ പോവാ. മത്സരിക്കാൻ ആണോ? അപ്പൊ നിന്റെ ശ്വാസം മുട്ടൽ? എനിക്ക് ശ്വാസം മുട്ടൽ ഇനി അത് നീ പറയണം. ഓക്കെ ആണ്? അതെ, ഞാൻ പറയും. ഓക്കെ, പറയണം ശ്വാസം മുട്ടുന്നുണ്ടെങ്കിൽ. അപ്പൊ റെഡി? നമ്മള് ഇത് റെഡി? സ്റ്റോപ്പ് വാച്ച് റെഡി ആക്കാൻ പോവാണേ. വെച്ചോ. റെഡി? 1 2 3 സ്റ്റാർട്ട്. ശ്വാസം വിടല്ലേ? ഇത് മുഴുവൻ ശ്വാസം വിടുന്നുണ്ട്. ഇവള് പിടിച്ചപ്പോഴേ ശ്വാസം വിടാൻ തുടങ്ങി. ഇവള് പിടിച്ചപ്പോഴും ഇതിന്റെ അങ്ങോട്ട് പറ്റുന്ന പരിപാടി. ഓക്കെ, റീസെറ്റ് കൊടുക്കാണ്. ഇവള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോ തന്നെ ഉടായ്പ പരിപാടി തുടങ്ങിയത്. നിനക്ക് പറ്റുമോ? എനിക്ക് പറ്റും. എനിക്ക് ദൈവത്തിനറിയാം. എനിക്ക് പറ്റും. എന്നെ തളർത്തുന്നു. ശ്വാസം പിടിച്ചിട്ടാണോ നിൽക്കുന്നത്? ഓ, 6 സെക്കൻഡായി. 6 സെക്കൻഡ്. ഇത് പറ്റുന്ന പരിപാടിയല്ല കേട്ടോ. എൻജോയ് നടി. ഇത് റീസെറ്റ് കൊടുത്തിട്ട് ഇപ്പൊ രണ്ടാമത്തെ ഓട്ടം കേട്ടോ. ഞാൻ മത്സരിച്ച് എന്ത് നിനക്ക് ഞാൻ തന്നെ ഇങ്ങനെ ആക്കാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഓക്കെ. ചാവോ? എത്ര മിനിറ്റായി? ഓ, സെക്കൻഡുകൾ 8 9 സെക്കൻഡ്. ഞാൻ മോനെ ഇതുവരെ വിട്ടിട്ടില്ല കേട്ടോ. ഇപ്പൊ നേരത്തെ പോലെയല്ല, കുറച്ച് കഷായിക്കുന്നുണ്ട് അമ്മക്കുട്ടി. എടി 19 സെക്കൻഡ്. ദൈവമേ. 22 സെക്കൻഡ്. ദൈവമേ, വായിക്കൊണ്ട് ശ്വാസം വിടാൻ ശ്രമിക്കരുത്. തീർന്ന് 26 സെക്കൻഡ്. ഈ മോളെ തീർന്ന്. അത്രേ പറ്റുള്ളൂ. അപ്പം ശരിക്കും ഇവളെ എനിക്ക് തന്ന ചലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റ് കഴിയണം. ഞാൻ ശ്രമിച്ചിരിക്കും. ഓക്കെ, ടേക്ക് ഇറ്റ്. 1 മിനിറ്റ് ആണ് ഇവള് പറഞ്ഞത്. ഇവള് ഏകദേശം 21 സെക്കൻഡ്. ഓക്കെ, റെഡി? നമ്മള് ഒന്നുകൂടെ ട്രൈ ചെയ്യാണ്. ഞാൻ പിടിക്കാതെ തന്നെ ടീച്ചർ ശ്വാസം മേലോട്ട്. അത് നമുക്ക് പറയാൻ പറ്റും. ഇല്ല, ഞാൻ ഇങ്ങനെ വെക്കും. റെഡി? സ്റ്റാർട്ട്. കാറ്റ് പോരല്ലേ? സമയം ഇങ്ങോട്ടേക്ക് കാണിക്കൂ. കണ്ണിക്കൂടിയിൽ ആഴ്ചന് വെള്ളം വരുന്നുണ്ട്. പോകരുത്. 37 സെക്കൻഡ്. അതെന്തറിയോ? അത് ആ സമയത്ത് നമുക്ക് ബ്രീത്ത് കിട്ടിയിരിക്കും. കൈയിട്ടു. അതായത് പറ്റുന്നില്ല. ഞാൻ വേറൊരു സംഭവം കൂടെ നമുക്ക് ലാസ്റ്റ് വൺ. അതായത് എന്തിനാ കരയുന്നത്? അയ്യോ, അത് ശ്വാസം പിടിച്ചിട്ടേ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേനും നമുക്ക് ഒന്നുകൂടെ ബുദ്ധിമുട്ടാവും. അടുത്ത നമുക്ക് ഇതേ സാധനം റെഡി? അതായത് മലയാളത്തിലൊരു പാട്ടില്ലേ, ഹരിമുരളീരോ എന്റെ മധുമൊഴി രാധെ. എത്ര വരെ പോകുന്നു നമുക്ക് നോക്കാം. റെഡി? ഫോൺ എടുത്തോ. ഏതാ വേണ്ടത്? നീ പറയും. ഏത് വേണേലും. സ്റ്റോപ്പ് വെച്ചെടുത്തോ. അപ്പം ഇത് എന്താ വെച്ചാൽ നമ്മൾ ഹാൻഡ് ഹോൾഡിങ് മാത്രമല്ല, അതായത് ഇതിന്റെ അപ്പുറം നമുക്ക് ഇതൂടെ ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കുവാണ് കേട്ടോ. റെഡി? ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് അമ്മൂന് തന്നെ നമുക്ക് ആ ടാസ്ക് കൊടുക്കാം. ഞാൻ ജയിച്ചാല് ഞാൻ എന്നെങ്ങാട്ട് കൂടുതൽ ടെൻഷൻ എടുക്കാനുണ്ടേ. ഓക്കെ. എന്തൊരു ബുദ്ധി. എവിടെയെങ്കിലും കൊണ്ട് ഉപ്പിലിട്ട് വെക്കാം. അപ്പൊ നമുക്ക് തുടക്കാം കേട്ടാ. റീസെറ്റ് ആക്കിയിട്ടുണ്ട്. ഏതാ? ഗംഗയല്ലേ? ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. നീ പിടിച്ചോ. സ്റ്റാർട്ട് ആക്കിയോ.
സ്റ്റാർട്ട് കൊടുക്കണം ഗൈസ്. ഗംഗേ പിന്നെ അതെന്താ 24. ഓക്കെ റീസെറ്റ് അടി. എന്നാ നിന്നെ നോക്കട്ടെ. റെഡി? അമ്മുവിന്റെ സ്റ്റാർട്ടായി. ഗംഗേ പതിനാറ് 17 സെക്കൻഡ്. ഞാൻ ആത്മാർത്ഥതയായി കളിച്ചു. ഞാൻ പിന്നെ ആത്മാർത്ഥത ഇല്ലായിരുന്നു. ആത്മാർത്ഥതയൊക്കെ ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ ആത്മാർത്ഥതയുണ്ട്. ബട്ട് ഇത് ഓവർ ആത്മാർത്ഥതയായിട്ടുണ്ടെങ്കിൽ മറക്കയാ ശരി അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് പേര് അല്ലെ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാൻ. നമ്മള് ആദ്യം ചലഞ്ച് വീഡിയോ ഇട്ടപ്പോ തൊട്ട് നമുക്ക് കമന്റ് വന്നോണ്ടിരുന്ന ഒരു ഇതാണ് അല്ലേ. എന്നാ പിന്നെ നമ്മൾ വിചാരിച്ച് എന്നാ ഈ ഒരു സംഭവം ചെയ്യാതെ ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ പെൻഡിങ്ങിലേക്ക് വെച്ച വീഡിയോ ആണ് കേട്ടോ. കാരണം ഇത് ശ്വാസം മുട്ടലാണെന്നുള്ളത് കൊണ്ട് കുറച്ച്, കാരണം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു. അതുകൊണ്ട് ടിൻഷന് ഈ വീഡിയോ ചെയ്യണോ വേണ്ട അങ്ങനെ ഒരു മൈൻഡിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. അതെ, അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇത് ചെയ്യേണ്ട കാര്യമില്ല, കാരണം കുറച്ച് ഡിഫിക്കൽട്ടാണ്. പിന്നെയും ഒരുപാട് പേര് കമന്റ് വന്നപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഫണ്ണല്ലേ, ഫണ്ണായിട്ട് നമുക്ക് ചെയ്തു നോക്കാം അല്ലെ എന്ന് പറയുമ്പോഴത്തേന് ഓക്കെ ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് തന്നെ നമ്മൾ എടുത്തതാണ് കേട്ടോ. ഞങ്ങൾ അതേ രീതിയിൽ തന്നെ ഇത് നമ്മളെ വീട്ടില് നമ്മളെ കുട്ടിക്കാലത്തൊക്കെ കളിച്ചോണ്ടിരുന്ന കളികൾ തന്നെയാ ഈ ബ്രീത്ത് ഹോൾഡിങ്ങും അതുപോലെ എത്ര നേരം പിടിച്ചു നിൽക്കുന്നതും അല്ലെ. നമ്മൾ ചെയ്തോണ്ടിരുന്നത് വെള്ളത്തിൽ മുങ്ങി കിടന്നിട്ട് ഇങ്ങനെ 1 2 3 4 5 6 ആ ഒരു പരിപാടിയായിരുന്നു. അവസാനം നമ്മുടെ നാട്ടിൽ തോടൊക്കെ ഉണ്ട് കേട്ടോ. തോടുണ്ട്, അവിടെ താഴെ തോടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ തോട്ടിൽ നിന്ന് വെള്ളം വരുന്നത് ഇനി അതേ പോയിട്ട് മുങ്ങിയിട്ട് ആരും പറഞ്ഞേക്കരുത്. ഇവിടെ ഇങ്ങനെ ഞാൻ തോട് കാണിച്ചു തരാം കേട്ടോ. താഴെ ഇങ്ങനെ അതുവഴി ഇങ്ങനെ തോട് ഒഴുകുന്നുണ്ട് കേട്ടോ. ആരും ഇനി പറഞ്ഞേക്കരുത്. ഇനി അടുത്ത വീഡിയോ അവിടെ പോയിട്ട് തോടിൽ പോയി പറഞ്ഞേക്കരുത്. അപ്പൊ നമ്മുടെ ബ്രീത്ത് ഹോൾഡിംഗ് ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. അത് മാത്രമല്ല ഇപ്പൊ ആരും ചെയ്യരുത്. അതെ, ഇതൊന്നും സീരിയസ് ആയിട്ടൊന്നും എടുക്കരുത് കേട്ടോ. വളരെ ഫണ്ണായിട്ടും ഒരു എന്റർടൈൻമെന്റ് ആയിട്ടും എൻജോയ്മെന്റും ആയിട്ട് നമ്മൾ കളിക്കുന്ന കളികൾ പോലെയൊക്കെ എടുക്കുക. ഒരു ഗെയിം പോലെ ആ ഒരു സ്പിരിറ്റിൽ എടുക്കാവൂ. ഓക്കെ, നമ്മളും ആ ഒരു സ്പിരിറ്റിൽ തന്നെയാണ് ഈ ഒരു വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾ എത്രത്തോളം എന്റർടൈൻ ആവുന്നു, നിങ്ങൾ എത്രത്തോളം എൻജോയ് ചെയ്യുന്നു, അതിനനുസരിച്ചാണ് നമ്മളും ആ ഒരു എൻജോയ്മെന്റിലെ പങ്കാളികളായി നിങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലേ മുട്ടി. എനിവേ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.